നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ഇനി ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക്. സെപ്റ്റംബർ 10 മുതൽ ടോൾ നിരക്ക് 5 മുതൽ 10 രൂപ വരെ ഉയർത്താൻ NHAI കരാർ കമ്പനിക്ക് അനുമതി നൽകി. ടോൾ വർധനവിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കരാർ കമ്പനിക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനാവില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഷൂട്ട് ഔട്ട് മത്സരം മുൻ സന്തോഷ് ട്രോഫി കോച്ച് M. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ ആനക്കയത്ത് KSRTC ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരു ആന KSRTC ബസ്സിൽ ഇടിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാൻ NHAI കരാർ കമ്പനിയായ GIPLന് അനുമതി നൽകി. ഇനി ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക്. സെപ്റ്റംബർ 10 മുതൽ ടോൾ നിരക്ക് 5 മുതൽ 10 രൂപ വരെ ഉയരും. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളുടെ പേരിൽ ഹൈക്കോടതി നിർത്തിവെപ്പിച്ച പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുമ്പോൾ കൂടിയ നിരക്ക് ഈടാക്കാൻ NHAI കരാർ കമ്പനിയായ GIPLന് അനുമതി നൽകി. ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 5 മുതൽ 15 രൂപ വരെയുള്ള വർധനവാണ് വരുത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് പോകുന്ന കാറുകൾക്ക് 90 രൂപ ടോൾ നൽകിയിരുന്നത് ഇനി 95 രൂപ നൽകേണ്ടി വരും. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 140 രൂപ എന്നതിൽ മാറ്റമില്ല. ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്ക് 160 രൂപ എന്നത് 165 രൂപയായി ഉയരും. ഒന്നിൽ കൂടുതലുള്ള യാത്രകൾക്ക് 240 എന്നത് 245 രൂപയാകും. ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 320 രൂപയായിരുന്നത് 330, ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 485 എന്നത് 495 രൂപയുമാകും. മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് 515 എന്നത് 530 രൂപയും, ഒന്നിൽ കൂടുതൽ യാത്രയ്ക്ക് 775 രൂപയായിരുന്നത് 795 രൂപയുമാകും. സെപ്റ്റംബർ 9 വരെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പാലിയേക്കരയിലെ ടോൾ പിരിവ് റദ്ദ് ചെയ്തിരിക്കുന്നതായും അറിയിപ്പുണ്ട്. ദേശീയപാതയിലെ ഗതാഗത പ്രശ്നങ്ങളും കരാർ ലംഘനങ്ങളും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ടോൾ വർധന. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണങ്ങളെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും റോഡ് തകർച്ചയുമാണ് ടോൾ പിരിവ് നിർത്തിവെക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചത്. എന്നാൽ അടിപ്പാതകളുടെ നിർമ്മാണം മറ്റൊരു കരാർ കമ്പനിക്കാണെന്നും പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളല്ലെന്നുമാണ് ടോൾ കരാർ കമ്പനിയായ GIPLന്റെ വാദഗതി. നിരന്തരം കരാർ ലംഘനം നടത്തുന്ന ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ ടോൾ നിരക്ക് ഉയർത്താൻ അനുവദിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നൽകിയ ഹർജി ഹൈക്കോടതിയിലുണ്ട്. വർഷാവർഷം സെപ്റ്റംബർ 1-ന് ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ കേസ് പരിഗണനയിൽ ആയതിനാൽ കോടതി ഉത്തരവില്ലാതെ കരാർ കമ്പനിക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനാവില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കരാർ നിർമ്മാണ പ്രവൃത്തികളും സുരക്ഷാ ഓഡിറ്റിലെ പരിഹാര നിർദ്ദേശങ്ങളും പൂർത്തിയാക്കാതെ ടോൾ നിരക്ക് ഉയർത്തരുതെന്നും പിരിവ് നിർത്തണമെന്നും മറ്റും ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ ഹർജിയും മറ്റ് ഹർജികളും പരിഗണിച്ചാണ് ടോൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നും റോഡ് സുഗമമായ രീതിയിൽ സഞ്ചാരയോഗ്യമല്ലെന്നുമുള്ള ജില്ലാ കളക്ടർ അടങ്ങിയ സമിതിയുടെ റിപ്പോർട്ട് കോടതി പരിഗണിച്ചാണ് ഈ ഉത്തരവ് നൽകിയത്. ഈ കേസ് സെപ്റ്റംബർ 9-ലേക്കാണ് നീട്ടിവച്ചിരിക്കുന്നത്. വാദം കേട്ടതിനു ശേഷം മാത്രമേ ഉത്തരവ് ഉണ്ടാവുകയുള്ളൂവെന്ന് കേസിൽ
ഹർജിക്കാരനായ ജോസഫ് ടാജറ്റ് പറഞ്ഞു. പാലിയേക്കരയിലെ ടോൾ നിരക്ക് വർധനവിന് NHAI അംഗീകാരം നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് KPCC സെക്രട്ടറി ഷാജി കോട്ടംകണ്ടത്ത് ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. യാത്രക്കാർ ദുരിതത്തിലാകുന്ന സമയത്ത് ടോൾ നിരക്ക് വർധനവിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാട് എടുക്കണമെന്നും പ്രതിഷേധം NHAIയെയും കേന്ദ്ര സർക്കാരിനെയും രേഖാമൂലം അറിയിക്കണമെന്നും ഷാജി കോടംകണ്ടത്ത് ആവശ്യപ്പെട്ടു. മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ തോമസ് വെള്ളക്കനാടൻ നേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻഡസ് മേലേപ്പുറം മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ഷാജു ചിറയത്ത് സന്ദേശം നൽകി. തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു. 10,000-ലേറെ പേർ നേർച്ച ഊട്ടിൽ പങ്കെടുത്തു. KK രാമചന്ദ്രൻ MLA തിരുനാളിൽ സംബന്ധിക്കാനായി ദേവാലയത്തിലെത്തി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, ജനറൽ കൺവീനർ ബേബി കണ്ണമ്പള്ളി, കൈക്കാരൻ തോമസ് വള്ളിയാന്തടത്തിൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് നൈജോ ആന്റോ വാസുപുരത്തുകാരൻ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരം മുൻ സന്തോഷ് ട്രോഫി കോച്ച് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. OSA സെക്രട്ടറി വർഗീസ് തെക്കേത്തല അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് SI വൈഷ്ണവ് മുഖ്യാതിഥിയായിരുന്നു. കോർഡിനേറ്റർ ശ്രീജിത്ത് ഭാസ്കർ, പ്രധാന അധ്യാപിക MP ബിന്ദു, PTA പ്രസിഡന്റ് CT ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ടൂർണമെന്റിന് രാജീവൻ കുറുമാലി, ഷാജി രാമൻ, റോഷൻലാൽ ജീവൻ, സുരേന്ദ്രൻ, ജയൻ ബാലത്ത്, ജോജു കല്ലൂക്കാരൻ, ജോണി ചിറ്റിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. 16 വയസ്സിന് താഴെയുള്ളവർക്കായാണ് ടൂർണമെന്റ് നടത്തിയത്. വിജയികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഓണമാശംസകൾ. വാഴച്ചാൽ ആനക്കയത്ത് KSRTC ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം. റോട്ടിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരു ആന KSRTC ബസ്സിലിടിച്ചു. ബസിന്റെ ബമ്പറിന് കേടുപാട് സംഭവിച്ചു. മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വന്നിരുന്ന KSRTC ബസ്സാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞത്. കുട്ടിയാന ഉൾപ്പെടെയുള്ള സംഘമാണ് വഴി തടഞ്ഞത്. ആനക്കൂട്ടത്തെ കണ്ടതോടെ ഡ്രൈവർ ബസ് റോഡിൽ നിർത്തിയിട്ടു. ഇതിനിടെയാണ് കാട്ടാന ബസ്സിൽ വന്ന് ഇടിച്ചത്. ഇതോടെ നിർത്തിയിട്ട ബസ് സ്റ്റാർട്ട് ചെയ്തു. ഈ നിമിഷം ആനക്കൂട്ടം മാറിപ്പോവുകയായിരുന്നു. ഇതിനുശേഷമാണ് ബസ് പിന്നീട് യാത്ര തുടർന്നത്. ശനിയാഴ്ച വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. കേരളത്തിൽ ബാലഗോകുലം പ്രവർത്തനം ആരംഭിച്ചതിന്റെ 50-ാം വാർഷികാഘോഷം അഴകം ശ്രീ ദുർഗാ ബാലഗോകുലം വിപുലമായി ആഘോഷിച്ചു. ബാലഗോകുലം ജില്ലാ സഹകാര്യദർശി മനോജ്, ഉണ്ണികൃഷ്ണൻ എടാട്ട്, സേതുമാധവൻ പാട്ടത്തിൽ, മുരുകൻ വെമ്മനാട്ട്, ആശാ രാമദാസ്, നിഖിൽ തൊമ്മാത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ ഭജന, കഥാകഥനം, കവിത എന്നിവയുണ്ടായി. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മുൻ അധ്യാപകൻ KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ OP പോൾ, KK ശിവരാമൻ, മേളകലാകാരൻ കൊടകര ഉണ്ണി, AU ഉണ്ണികൃഷ്ണൻ, P സേതുമാധവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PV ജയൻ, P പങ്കജാക്ഷൻ, MV വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. UK-യിലെ ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc ഫ്യൂച്ചർ ഫുഡ് സസ്റ്റൈനബിലിറ്റിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിനായി 100% കോമൺവെൽത്ത് സ്കോളർഷിപ്പോടെ അഖില ഉണ്ണിക്ക് സെലക്ഷൻ ലഭിച്ചു. UK ഗവൺമെൻറ്റും കോമൺവെൽത്ത് സ്കോളർഷിപ്പ് കമ്മിറ്റിയും സംയുക്തമായി അക്കാദമിക് രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് ബിരുദാനന്തര ബിരുദ പഠനം, ഗവേഷണം എന്നിവയ്ക്കായി നൽകുന്നതാണ് ഈ സ്കോളർഷിപ്പ്. ട്യൂഷൻ ഫീസ്, യാത്രാ ചെലവുകൾ, താമസം, ജീവിത ചെലവുകൾ എല്ലാം ഉൾപ്പെടെ 50 ലക്ഷത്തോളം ഇന്ത്യൻ രൂപയാണ് സ്കോളർഷിപ്പ് തുക. മറ്റത്തൂർ നൂലുവള്ളിയിൽ പട്ലിക്കാടൻ ഉണ്ണികൃഷ്ണൻ, ആശാ ദമ്പതികളുടെ മകളാണ് അഖില. ലക്കി വൈറ്റ് ഔൾ പബ്ലിക്കേഷൻസിന്റെ 16 പുസ്തകങ്ങളുടെ പ്രകാശനവും അവാർഡ് വിതരണവും കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. സിനിമാ സംവിധായകനും കേരള സാഹിത്യ അവാർഡ് ജേതാവുമായ പ്രിയനന്ദനൻ, ഭാഷാധ്യാപകനും രാജ്യാന്തര ഭാഷാ പരിശീലകനും എഴുത്തുകാരനുമായ ബിനു K സാം എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. എഴുത്തുകാരൻ റിജേഷ് രാജൻ അധ്യക്ഷത വഹിച്ചു.
ഓടക്കുഴൽ ശക്തി പറവൂർ, എഴുത്തുകാരി രമ്യ രാധാറാം, ശശികല വിമൽ, രമ്യ രാംനാഥ്, ജയ പ്രദീപ്, രേഷ്മ അനൂപ്, ജ്വാലാമുഖി, ഒ നിഷാമോൾ, ദീപ ബിനു, സുഗത ബാലകൃഷ്ണൻ, സുനിൽ കൃഷ്ണപുരം, രവികുമാർ വയ്യേറ്റ്, റിജേഷ് രാജൻ എന്നിവരുടെ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. ഉഷാ ബേബി ജ്വാലാമുഖി, സുജ വൈഷ്ണവം, ഡോക്ടർ ബി കെ സിന്ധു ജീവാമൃതം, ജയപ്രദീപ്, രമ്യ രാധാറാം, രേഷ്മ രാമചന്ദ്രൻ, കല്യാണി രാധാമണി, രമ്യ അനൂപ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വേൾഡ് റെക്കോർഡ് ഉടമകളായ ഷിജു SP നല്ലില, അഹം അശ്വതി S ദേവി എന്നിവരെയും മറ്റ് എഴുത്തുകാരെയും ആദരിച്ചു. ഏത് തരത്തിലാണ് നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, നമ്മൾ അനുഭവിക്കാൻ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഏത് ജന്മിയാണ് അല്ലെങ്കിൽ ആ ജന്മിയുടെ രൂപവ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ പുതിയ കാലത്ത് നിന്ന് വായിച്ചെടുക്കുന്നതാണ്. അപ്പൊ ആ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് കൂടെ വായിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നിരീക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മുടെ കൃതികൾ എല്ലാ കാലത്തും മൂല്യവത്തായ ഒന്നായി മാറുന്നു എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും മികച്ച എഴുത്തിന്റെ വലിയ കരുത്ത് എന്ന് പറയുന്നതാണ്. ആ കാലത്ത് മാത്രം വായിച്ചെടുക്കാൻ പറ്റണമെന്നല്ല, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആ കാലത്ത് വ്യതിചലിക്കപ്പെട്ടു പോകുന്ന നിരവധി കാലം സഞ്ചാരയോഗ്യമല്ലാതിരുന്ന അളഗപ്പ നഗർ പഞ്ചായത്തിലെ 9ാം വാർഡിലെ വരാക്കര ചെമ്പാലെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം സനൽ മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. മലയാളക്കരയുടെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാമാങ്കമാണ് ഈ ഓണനാളുകളിൽ നടക്കുന്നത്. നാട്ടിലെ ഷോപ്പിംഗ് അനുഭവം ആസ്വദിക്കാൻ മാവേലിയും എത്തുന്നു. NCTVയോടൊപ്പം ഓണക്കാലത്ത് ഓണവിപണിയെ പരിചയപ്പെടുത്താൻ NCTV ഒരുക്കിയ മാവേലി ഷോപ്പിംഗ് വൈബ് എന്ന പരിപാടി കാണാം. ഓണം സ്പെഷ്യൽ ഫാഷൻ വസ്ത്രങ്ങളുമായാണ് നന്ദിപുരം ശിവാനി സിൽക്സ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എല്ലാവിധ വസ്ത്രങ്ങളും മിതമായ നിരക്കിൽ ശിവാനി സിൽക്സിൽ ലഭ്യമാണ്. NCTV മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നന്ദിപുരത്തുള്ള ശിവാനി സിൽക്സിലാണ്. ഗ്രാമീണ മേഖലയിൽ ഇത്രയും വിശാലമായ ഒരു വസ്ത്രശാല നമുക്ക് ഒരുപക്ഷെ അത്ഭുതമായി തോന്നാം. ഈ നന്ദിപുരം നിവാസികൾക്ക് 4 പതിറ്റാണ്ടായി മറ്റൊരു ചോയ്സ് ഇല്ല എന്നതാണ് സത്യം. ഈ ഓണക്കാലത്ത് 2025 ഓണക്കാലത്തും ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് ശിവാനി സിൽക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, ജെൻസ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നു. ഒപ്പം ഉപഭോക്താക്കൾക്ക് കൈനിറയെ സമ്മാനങ്ങളും നൽകുന്നുണ്ട്. എന്താണ് ഈ ഓണക്കാലത്ത് ശിവാനി സിൽക്സ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്? നമ്മൾ ഈ ഓണക്കാലത്ത് 1000 രൂപ പർച്ചേസുകൾക്ക് ഒരു സമ്മാന കൂപ്പൺ നൽകുന്നുണ്ട്. നമ്മൾ ഓണം കഴിയുമ്പോൾ നറുക്കെടുപ്പെടുത്ത് കുട്ടികൾക്ക് 2 സൈക്കിളും അതുപോലെ തന്നെ 5 പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും. ഈ ഒരു ട്രെൻഡുകൾ മാറിമറിയുന്ന ഈ ഒരു കാലത്ത് ഏറ്റവും പുതിയ കളക്ഷൻസ് ഈ ഓണക്കാലത്ത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് നന്ദിപുരം നിവാസികൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്വീകരണം? ഉറപ്പായിട്ടും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട്, എപ്പോൾ ട്രെൻഡ് വരാണെങ്കിലും ഇവിടേക്ക് വന്നാൽ കിട്ടാറുണ്ടെന്ന് എല്ലാവരും കാണുമ്പോൾ പറയാറുണ്ട്. തീർച്ചയായും വിശാലമായ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഒരു വലിയ കളക്ഷൻ തന്നെയാണ്. ഏറ്റവും പുതിയ വസ്ത്രങ്ങളുടെ പുതിയ ശേഖരം തന്നെയാണ് ഈ ഓണക്കാലത്ത് ശിവാനി സിൽക്സ്, നന്ദിപുരം ശിവാനി സിൽക്സ് ഉപഭോക്താക്കൾക്കായി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. 2025 ഓണം കളറാക്കാൻ നിങ്ങൾക്ക് ധൈര്യമായി കയറി വരാം നന്ദിപുരം ശിവാനി സിൽക്സ്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും പുതുമയും സൗന്ദര്യവും പകരുന്ന വിപുലമായ ടൈലുകളുടെയും ഗ്രാനൈറ്റിൻ്റെയും ശേഖരവുമായാണ് ഓണക്കാലത്തെ മനു ഗ്രാനൈറ്റ്സ് വരവേൽക്കുന്നത്.
എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ എത്തിക്കുന്നുവെന്നത് മനു ഗ്രാനൈറ്റ്സിന്റെ മാത്രം പ്രത്യേകതയാണ്. മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കുട്ടനെല്ലൂരിലുള്ള മനു ഗ്രാനൈറ്റ്സിലാണ്. ഈ വെട്രിഫൈഡ് ടൈൽസ് രംഗത്ത് രാജ്യത്തെ തന്നെ പ്രമുഖ ബ്രാൻഡുകളിൽ ഒന്നായ കജാരിയയുടെ തൃശ്ശൂർ ജില്ലയിലെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് മനു ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്നത്. കജാരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്പർ 1 ബ്രാൻഡാണ്. വെട്രിഫൈഡ് ടൈൽസ് രംഗത്ത് അവർക്ക് ഒരു സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു ബ്രാൻഡാണ് കജാരിയ. ഇവിടുത്തെ ടൈൽസിൻ്റെ ഒരു കളക്ഷൻ തന്നെ മാവേലി കണ്ടില്ലേ. നമുക്കറിയാം, ചെറിയ ടൈൽസുകൾ മുതൽ 8 അടി ഉയരവും 4 അടി വീതിയുമുള്ള 8x4 സൈസിലുള്ള സൈസുകൾ വരെ ഇപ്പോൾ വെട്രിഫൈഡ് ടൈൽസുകളിൽ ലഭ്യമാണ്. അതുപോലത്തെ ഇവിടുത്തെ കളർ പാറ്റേൺ, അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിവിധ കളർ പാറ്റേണുകൾ, ഡിസൈനുകൾ. അങ്ങനെ ഈ ഒരു വെട്രിഫൈഡ് ടൈൽസ് രംഗത്ത് അത് ഫ്ലോർ ടൈൽസ് ആയാലും വോൾ ടൈൽ ആയാലും ഒരു സമാനതകളില്ലാത്ത ഒരു ശേഖരമാണ് മനു ഗ്രാനൈറ്റ്സിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ കജാരിയയുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ആയതുകൊണ്ട് തന്നെ ഈ പ്രമുഖ ബ്രാൻഡിൻ്റെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഏറ്റവും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിലയിൽ ലഭ്യമാക്കാനുള്ള അവസരവും മനു ഗ്രാനൈറ്റ്സ് ഈ ഓണക്കാലത്ത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. ഓണം കളറാക്കാൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്മാർട്ട് ഫോൺ, മികച്ച EMI സ്കീം തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമായാണ് തലൂർ അഫാത്ത് എത്തിയിരിക്കുന്നത്. NCTV മാവേലി ഷോപ്പിംഗ് വൈബ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തലൂരിലുള്ള അഫാത്ത് മൊബൈൽസ് ആൻഡ് ഹോം അപ്ലയൻസസിലാണ്. നമുക്കറിയാം, ഈ ഓണക്കാലം പോലെയുള്ള ഉത്സവകാലങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോണുകളുടെ വിപണിയിൽ വലിയ ഉണർവുണ്ടാകുന്ന ഒരു കാലമാണ്. ഈ ഓണക്കാലത്ത് വിവിധ ബ്രാൻഡുകളിലുള്ള മൊബൈൽ ഫോണുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് അഫാത്തിൽ ഒരുക്കിയിട്ടുള്ളത്. വിവിധ ബ്രാൻഡുകൾ വമ്പൻ ഓഫറുകളും വലിയ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഈ ഓണക്കാലത്ത് സമ്മാനിക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, എന്തൊക്കെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വിവിധ കമ്പനികൾ നൽകുന്നത്, നിങ്ങൾ നൽകുന്നത്? നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം വരെ കസ്റ്റമർക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. 2 വർഷം വരെ ഓരോ ഫോണിനും എക്സ്ട്രാ വാറണ്ടി ഉണ്ട്. പിന്നെ അതുപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, നെക്ക് ബാൻഡ്, പിന്നെ അതുപോലെ തന്നെ ഒരു ഇതെല്ലാം എല്ലാ കസ്റ്റമറും എല്ലാ പർച്ചേസിനും നമുക്ക് പ്രൈസ് സമ്മാനം ഉറപ്പാണ് നമുക്ക് വരുന്നത്. 1 അല്ല 2, 3 സമ്മാനം വരെ ഉറപ്പാണ്. പിന്നെ 2 വർഷത്തെ വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെതായ ഗിഫ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോ ബ്രാൻഡും കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഒരുപാടാണ് നമുക്ക് വരുന്നത്. പിന്നെ ഡെയിലി, വീക്കിലും മന്ത്ലിയും നമുക്ക് വരുന്നുണ്ട് ഓരോ നറുക്കെടുപ്പ് വരുന്നത്. പിന്നെ അറ്റ് ടൈമിൽ തന്നെ നമുക്ക് സ്പിൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാം. അതാണ് ഇപ്പം നമ്മൾ നിലവിൽ കൊടുക്കുന്ന ഓഫറുകൾ വരുന്നത്. സമ്മാനങ്ങളുടെ ഒരു ഓണപ്പെയ്ത്താണ് മൊബൈൽ വിപണിയിൽ നമ്മെ കാത്തിരിക്കുന്നത്. കൂടുതൽ വാറണ്ടിയോടെ, കൈനിറയെ സമ്മാനങ്ങളോടെ മൊബൈൽ ഫോണുകൾ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് തലൂർ അഫാത്ത് മൊബൈൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉപഭോക്താക്കൾക്കായി സമ്മാനിക്കുന്നത്.
ഏത് ബജറ്റിനും ഇണങ്ങിയ ഏറ്റവും പുതിയ ഓണം കളക്ഷനാണ് ചെങ്ങാലൂർ അശോക ഫാഷൻ ഒരുക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 15 വരെ ഓരോ 2000 രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന കൂപ്പൺ, കൂടാതെ 1000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് സർപ്രൈസ് ഗിഫ്റ്റുകൾ, ഒരാൾക്ക് ഗോൾഡ് കോയിൻ, 10 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ തുടങ്ങി അശോക നൽകുന്നത് കൈനിറയെ സമ്മാനങ്ങളാണ്. NCTVയുടെ മാവേലി ഷോപ്പിംഗ് വൈബ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ചെങ്ങാലൂരിലുള്ള അശോക ഫാഷനിലാണ്. നമുക്കറിയാം, ഗ്രാമീണ മേഖലയിൽ ഇത്രയും വിശാലമായ ഒരു ഷോറൂം ഒരുപക്ഷെ ജില്ലയിൽ തന്നെ അപൂർവമാണ്. കുറഞ്ഞ വിലയിൽ, സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് അശോക ഫാഷൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. ഓണം എന്ന് പറയുന്നത് പുതുവസ്ത്രങ്ങളുടെ കൂടി ഒരു കാലമാണ്. ട്രെൻഡുകൾ മാറിമറിയുന്ന ഒരു കാലത്ത് പുത്തൻ ട്രെൻഡുകൾ ഇറക്കി തന്നെയാണ് അശോക ഫാഷൻ ചെങ്ങാലൂർ നിവാസികൾക്ക് വേണ്ടി ഈ ഓണക്കാലം ഏറ്റവും മനോഹരമാക്കുന്നത്. ഈ ഓണക്കാലത്ത് അശോക ഫാഷനിലെ ഉപഭോക്താക്കൾക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്രാവശ്യം ഒരുപാട് ഓഫേഴ്സും അതേപോലെ തന്നെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ ഇപ്രാവശ്യം ഓരോരുത്തർക്ക്, അതായത് 2000 രൂപയുടെ പർച്ചേസിന് ഒരു കൂപ്പൺ രീതിയിൽ ഓരോ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 11 പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ വട്ടം നമ്മൾ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും മുകളിലുള്ളവർക്ക് നിരവധി സമ്മാനങ്ങൾ, അതായത് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ വൈവിധ്യമാർന്ന കളക്ഷനും അതേപോലെ തന്നെ ഒരുപാട് പുത്തൻ ട്രെൻഡുകളുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഈ ഓണം നമുക്ക് അശോക ഫാഷനൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആഘോഷിക്കാമെന്ന് പറയുന്നു. ഈ വൈവിധ്യമാർന്ന കളക്ഷൻ, അതായത് ന്യൂജൻ ഒരു ഓണത്തിൻ്റെ ഒരു കാലമാണ് ന്യൂജൻ. അപ്പോൾ നമ്മുടെ ട്രെൻഡുകൾ, വസ്ത്രങ്ങളുടെ ട്രെൻഡുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലത്തും ഓരോ സമയത്തും മിനിറ്റുകൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഏകദേശം ഏറ്റവും പുതിയ കളക്ഷൻസ് നമ്മൾ പരമാവധി ശ്രമിച്ചുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ, സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ എത്തിക്കുക എന്നതാണ് അശോക ഫാഷൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. സാധാരണക്കാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറച്ചാർത്തായി മാറുകയാണ് അശോക ഫാഷൻ്റെ ഈ 2025 ഓണക്കാലം. കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി ITIയിൽ കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിങ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ ഗ്രേഡുകളിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനായി സെപ്റ്റംബർ 2 10 മണിക്ക് അഭിമുഖം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ 9746715651. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9620 രൂപ, പവന് 76,960 രൂപ. വരാക്കര തെക്കിനിയത്ത് പാഴായി ജോസ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9:30 വരാക്കര സെന്റ് ആന്റണീസ് പള്ളിയിൽ. ജാൻസി, ജോയ്സി, ജെയ്സൺ, നിക്സൺ, പരേതനായ പോൾസൺ എന്നിവർ മക്കളും, സോഫിയ, സൗമ്യ, പരേതരായ വിൽസൺ, സൈമൺ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ അയ്യംകോട് കുന്നത്തുപറമ്പിൽ അന്തോണിയുടെ ഭാര്യ തങ്കമ്മ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ഇനി ടോൾ തുടങ്ങുമ്പോൾ കൂടിയ നിരക്ക്. സെപ്റ്റംബർ 10 മുതൽ ടോൾ നിരക്ക് 5 മുതൽ 10 രൂപ വരെ ഉയർത്താൻ NHAI കരാർ കമ്പനിക്ക് അനുമതി നൽകി. ടോൾ വർധനവിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതിനാൽ കരാർ കമ്പനിക്ക് നിരക്ക് വർദ്ധിപ്പിക്കാനാവില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത്.
മൂന്നുമുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സംഘടിപ്പിച്ച ഷൂട്ട് ഔട്ട് മത്സരം മുൻ സന്തോഷ് ട്രോഫി കോച്ച് എം പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ ആനക്കയത്ത് KSRTC ബസ് തടഞ്ഞ് കാട്ടാനക്കൂട്ടം. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനക്കൂട്ടത്തിലെ ഒരു ആന KSRTC ബസ്സിൽ ഇടിച്ചു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ 1984-86 വർഷ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്മൃതി മർമരം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.